ഹായ് ഗൈസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ് മൈസെൽഫ് മുഹമ്മദ് നിഷാം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാലോ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്നുള്ളത് ഈ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും വരുന്നതാണ്. ഓക്കെ, സോ ഏതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട റീറ്റെയിലേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്, അതായത് അവരുടെ ക്യാപിറ്റൽ വളരെ കുറവായിരിക്കും. പിന്നെ നമ്മുടെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയും, അതായത് വലിയ രീതിയിൽ ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെന്റുകളും ഉള്ള ആളുകളാണ് നമ്മുടെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയും. നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സ്റ്റോർ, സിംഗിൾ ലൈൻ സ്റ്റോർ, സ്പെഷ്യാലിറ്റി ഷോപ്പ്, സ്ട്രീറ്റ് ഷോപ്പ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്, സെക്കൻഡ് ഷോപ്പ് എന്നുള്ള രീതിയിൽ 6 ക്ലാസിഫിക്കേഷൻ ആണ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിൽ പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിലാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോർ, മെയിൽ ഓർഡർ ഹൗസസ്, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, സൂപ്പർ മാർക്കറ്റ്സ്, വെൻഡിങ് മെഷീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 6 ഇവിടെയും പഠിക്കാനുള്ളത്. സോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ പറ്റിയിട്ടും. സോ ആദ്യം പറയുന്നത് നമ്മുടെ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗത്തുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റത്തത് ജനറൽ സ്റ്റോർ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാണുന്ന, നമ്മുടെ ചുറ്റുമതിലിനൊക്കെ തൊട്ടടുത്തൊക്കെ കാണുന്ന, നമ്മുടെ വീടിൻ്റെ ഒക്കെ തൊട്ടടുത്ത് കാണുന്ന ഷോപ്പുകൾ ഉണ്ടല്ലോ, അതാണ് പ്രധാനമായിട്ടും ജനറൽ സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഷോപ്പുകളാണ് ജനറൽ ഷോപ്പ്. നമുക്ക് ചുറ്റുമുള്ള എന്താണ് പ്രധാനമായിട്ടും കാണുന്ന പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്നതാവാം, ബേക്കറികളാവാം. ഓക്കെ, അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ചുറ്റും കാണുന്ന ഷോപ്പുകളാണ് പ്രധാനമായിട്ടും ജനറൽ സ്റ്റോറിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായും ദേ ജനറലി ഡീൽ ലാർജ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ്. ഒരുപാട് പ്രോഡക്ട്സുകൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി കസ്റ്റമർ പ്രോഡക്ട്സ് ആർ അവൈലബിൾ അറ്റ് വൺ ഷോപ്പ്. ഒരു ഷോപ്പിൽ തന്നെ എല്ലാ വസ്തുക്കളും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷാമ്പു, ₹1 ഷാമ്പു മുതൽ അതേപോലെ തന്നെ അരി, അങ്ങനെ വലിയ വലിയ സാധനങ്ങൾ വരെ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഹെൻസ് കൺസ്യൂമർ ക്യാൻ സേവ് ടൈം ആൻഡ് എഫേർട്ട് ഇൻ ഷോപ്പിംഗ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ സമയവും എഫേർട്ടും ഒക്കെ കുറയ്ക്കാൻ പറ്റും അല്ലേ. നമ്മളാണെങ്കിൽ തൊട്ടടുത്തുള്ള പീടികകളിൽ പോയിട്ട് അല്ലേ, ഇന്ന ചേട്ടാ നമുക്ക് ആ ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താക്കും, അതെടുത്ത് തരും അല്ലേ. അങ്ങനത്തെ ഷോപ്പുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ജനറൽ സ്റ്റോർ എന്നുള്ളതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പൊതുവേ ഈ ഒരു ഷോപ്പുകൾ കാണുന്നത് റെസിഡന്റ് ഓഫ് സെയിം ലൊക്കാലിറ്റി. ഓക്കെ, നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ് നമ്മൾ അധികവും ഈ ഷോപ്പുകളെ കാണാറുള്ളത്. ഓക്കെ, ദ ജനറലി പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇവിടെ തരും അല്ലേ. നമ്മൾ ചിലപ്പോൾ മന്ത്ലി ഒക്കെ ആയിരിക്കും ഇവരുടെ പേയ്മെന്റ് കൊടുക്കുക, വീക്കിലി മന്ത്ലി ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഇവരുടെ പേയ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറ്. സോ അങ്ങനെ നമ്മുടെ വീട്ടിന്റെ ചുറ്റും കാണുന്ന ആ പ്രധാനപ്പെട്ട സ്റ്റോറുകളാണ് ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിമിറ്റഡ് ചോയ്സ് ഓഫ് ദി കസ്റ്റമർ ഈസ് ദി മേജർ ഡ്രോബാക്ക് ഓഫ് ദി സ്റ്റോർ. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, പോരായ്മ പറയുകയാണെങ്കിൽ എന്താണ്, പ്രധാനമായിട്ടും എന്താണ്, ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിന് ലിമിറ്റഡ് ചോയ്സ് ആണ്. ആ ഷോപ്പിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുക, കൂടുതൽ അതിൻ്റെ പുറത്തേക്ക് കിട്ടൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതാണ് പ്രധാനമായിട്ടും ജനറൽ സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സോ സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻലി ഡീൽ ചെയ്യുന്നത് വൺ ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും. ഒരേപോലത്തെ ഗുഡ്സ് ആയിരിക്കും ഇവിടെ ഡീൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോർ, ക്ലോത്ത് സ്റ്റോർ, ബുക്ക് ഷോപ്പ്, ജ്വല്ലറി. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഫോർ എക്സാമ്പിൾ ജ്വല്ലറിയിലായതുകൊണ്ട് നമുക്ക് ഗോൾഡും കാര്യങ്ങളും കാണാൻ പറ്റും. പക്ഷെ പല തരത്തിലുള്ള ഡിസൈൻസിൽ, ക്വാളിറ്റീസിൽ, സൈസിൽ ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെ മെഡിസിൻസ് ആണെങ്കിലും പല തരത്തിലുള്ള മെഡിസിൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള, പക്ഷെ അതൊരു ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ലൈൻ മെഡിസിൻ എന്ന ആ ഒരു സിസ്റ്റം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ജ്വല്ലറി പോയി കഴിഞ്ഞാൽ ജ്വല്ലറി എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക, വേറെ സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യാലിറ്റി ഷോപ്പ്. സ്പെഷ്യാലിറ്റി ഷോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് സംതിങ് സ്പെഷ്യൽ ആണ്. അതായത് സ്പെഷ്യൽ സാധനങ്ങൾ മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ കാണാൻ പറ്റും ഡീലിംഗ് ഇൻ ചിൽഡ്രൻസ് ബുക്സ്, കിഡ്സ് വെയർ, മെൻസ് വെയർ, കോളേജ് ബുക്സ് എക്സെട്ര. സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ സാധനം, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷോപ്പുകളിലൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഷോപ്പുകളിലൊക്കെ കാണാൻ പറ്റും കിഡ്സ് വെയർ ഒരു സെഷൻ ഉണ്ടാവും, മെൻസ് വെയറിനായിട്ട് വേറെ തന്നെ ഷോപ്പുകൾ ഉണ്ടാവും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പുകളാണ് നമ്മൾ ഈ കാണുന്ന സ്പെഷ്യാലിറ്റി ഷോപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സംടൈംസ് നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സുകൾക്കൊക്കെ നമ്മൾ തേടി പോകുന്ന ഷോപ്പുകളുണ്ട്. സോ അതൊക്കെ എന്താണ് ഈ പറഞ്ഞ സ്പെഷ്യാലിറ്റി ഷോപ്പുകൾക്ക് എക്സാമ്പിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ആണ് സ്ട്രീറ്റ് ഷോപ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ സ്ട്രീറ്റ് ഷോപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും നമ്മുടെ ഹൈലി ബിസി ആക്കപ്പെട്ടുള്ള ഹെവി ട്രാഫിക് ഉള്ള സ്ട്രീറ്റുകളിലാണ് ഈ ഷോപ്പുകൾ നമ്മൾ മെയിനായിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇവർ പ്രധാനമായിട്ടും സ്റ്റാളുകളേക്ക് ഇട്ടിട്ടുണ്ടാവുക. നമുക്ക് കാണാൻ പറ്റും ഈ പിക്ചേഴ്സിൽ നിങ്ങൾ കാണുന്നത് കണ്ടോ. ഓക്കെ, ഒരുപാട് സ്റ്റാളുകൾ പോലെ ഇട്ടിട്ട് കണ്ടോ. അപ്പോൾ അങ്ങനത്തെ സൈഡിലായിരിക്കും ഇവരുണ്ടാവുക. ഈ ഷോപ്പുകൾ മെയിനായിട്ടും കാണാൻ പറ്റുക. സംടൈംസ് പ്ലേസ്ഡ് ഓൺ ടേബിൾസ് ഓർ പ്ലാറ്റ്ഫോംസ്. ചില സമയത്ത് അത് ജസ്റ്റ് ഒരു ടേബിളുകളൊക്കെ നിരത്തി വെച്ച് അതിൻ്റെ മുകളിലായിരിക്കും സാധനങ്ങളൊക്കെ ഇവർ പ്രധാനമായിട്ടും വിൽക്കുന്നത്. സോ ദീസ് സ്റ്റോഴ്സ് ജനറലി സെൽ ലോ പ്രൈസ്ഡ് കൺസ്യൂമർ പ്രോഡക്ട്സ്. സോ ഇവിടെ പൊതുവെ വിൽക്കുന്നത് വളരെ വില കുറഞ്ഞ വസ്തുക്കളായിരിക്കും. കാരണം ആളുകൾ പാസിങ്ങിൽ കണ്ട് അത് ഇഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വില കുറഞ്ഞ വസ്തുക്കളായിരിക്കും പൊതുവെ ഈ ഒരു സാധനങ്ങളിലായിട്ട് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലൈക്ക് ഏതൊക്കെ മാഗസീൻസ്, പെൻസ്, ബ്രെഡ്, ടോയ്സ് എക്സെട്ര അങ്ങനത്തെ സാധനങ്ങളാണ് പൊതുവെ ഇവർ വിൽക്കാറുള്ളത് കേട്ടോ. ട്രാവലിംഗ് പബ്ലിക് യൂഷ്വലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഷോപ്പ്. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പുകളായിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം അവർ ട്രാവലിംഗ് പർപ്പസിന് പോകുന്ന സമയത്ത് മുന്നിൽ കാണുന്ന പ്രധാനമായിട്ടും മാഗസീൻസ്, ബുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട പെട്ടെന്ന് വാങ്ങി പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ബിസി സ്ട്രീറ്റുകളിൽ കാണുന്ന പ്ലാറ്റ്ഫോംസുകളായിട്ടോ അല്ലെങ്കിൽ എന്താണ് ടേബിൾസുകളൊക്കെ നിരത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ രീതിയിൽ സ്റ്റാളുകളൊക്കെ അടിച്ചിട്ടായിരിക്കും ഈ ഷോപ്പുകൾ പ്രധാനമായിട്ട് കാണാൻ പറ്റുക. ഇതിനെയാണ് നമ്മൾ സ്ട്രീറ്റ് ഷോപ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഡീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ വീണ്ടും കൊണ്ടുപോയി വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഏത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കാണെങ്കിൽ ചീപ്പർ റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ പോയി കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചില പ്രൈസ് കുറവിലൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില സമയത്ത് നമ്മൾ ഫോൺസുകൾ സെക്കൻഡ് ഹാൻഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. വണ്ടികൾ ഇതേപോലെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, ഇപ്പോൾ ബൈക്സ് ആണെങ്കിലും കാറുകളാണെങ്കിലും ഒക്കെ ഇതേപോലെ നമ്മൾ എന്താക്കുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ കാണുന്ന സ്ഥലങ്ങളാണ് പൊതുവേ നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് എന്ന് പറഞ്ഞ കേട്ടോ. ഇപ്പോൾ ഇവിടെ ബുക്സുകൾ വിൽക്കാം, ഫർണിച്ചേഴ്സ്, കാർ, ക്ലോത്ത്സ് എക്സെട്ര അങ്ങനെ വിൽക്കുന്ന ആളുകളുണ്ട്. പീപ്പിൾ ഹു കാണ്ട് അഫോർഡ് ടു ബൈ ന്യൂ ആർട്ടിക്കിൾസ്. പുതിയത് വാങ്ങാൻ പറ്റാത്ത ആളുകളാണ് പൊതുവേ ഇങ്ങനത്തെ വസ്തുക്കൾ വാങ്ങി വെക്കൽ. ജനറലി ബിക്കം ദെയർ കസ്റ്റമേഴ്സ്. ഓക്കെ, സോ ഇവിടെ ലോവർ പ്രൈസിനാണ് സാധനങ്ങളൊക്കെ വിൽക്കാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് ഷോപ്പ്. സെക്കൻഡ് ഹാൻഡ് ഷോപ്പും സെക്കൻഡ് ഷോപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ സെക്കൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടും റീറ്റെയിൽ ഷോപ്പ് വിച്ച് ആർ സെല്ലിംഗ് ഗുഡ്സ് വിച്ച് ഹാവ് സം മാനുഫാക്ചറിങ് ഡിഫക്ട്സ്. സംടൈംസ് ഈ പ്രോഡക്ട്സുകൾക്കൊക്കെ നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നു പോയിട്ടുണ്ടാവും. സോ പോരായ്മകൾ വന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രോപ്പറായിട്ട് അതിനെ സെയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരിത് എന്താക്കും, സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഷോപ്പുകളിലേക്ക് അവരിത് മാറ്റി വെക്കും. അങ്ങനെ ആ ഷോപ്പുകളാണ് നമ്മളിവിടെ സെക്കൻഡ് ഷോപ്പുകൾ എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുണ്ടാവും ഫാക്ടറി ഔട്ട്ലെറ്റ്സ്, അതേപോലെ തന്നെ സർപ്ലസ് സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലതും കാണാൻ പറ്റും. ഓക്കെ, അവിടെ പൊതുവേ എന്താണ്, ഗുഡ്സ് കാൻ ബി സോൾഡ് അലോങ് വിത്ത് ദി ഗുഡ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു റിക്വയർഡ് സ്പെസിഫിക്കേഷൻ. നമ്മൾ വിചാരിച്ച പോലെ ചില സമയത്ത് നമ്മൾ ഷർട്ട്, പാൻസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് സർപ്ലസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ചെറിയ രീതിയിൽ നൂല് വലിഞ്ഞത് അല്ലേ, ഷൂ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ചെറിയ രീതിയിൽ കളർ ഡിഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് അതിനെന്തോ മിസ്റ്റേക്ക് വന്നപ്പം അതെന്താക്കും, അവരത് മാറ്റി വെക്കും. എന്നിട്ട് ഇതുപോലത്തെ ഷോപ്പുകളിലേക്ക് കൊടുക്കും. ആ ഷോപ്പിൽ കുറച്ചും കൂടി പ്രൈസ് ലോവറിൽ ഈ സാധനങ്ങളൊക്കെ ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദേ ഗുഡ്സ് ആർ യൂഷ്വലി സോൾഡ് അറ്റ് ഡിസ്കൗണ്ടഡ് പ്രൈസ്. ഓക്കെ, പ്രൈസ് കുറച്ചിട്ടായിരിക്കും ഇവിടെ സാധനങ്ങൾ കൊടുക്കാം. സോ ഇങ്ങനത്തെ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ബട്ട് സം കൈൻഡ് ഓഫ് ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ പ്രോഡക്ട്സുകളായിരിക്കും കൂടുതലായിട്ടും അവരതിനെ ഫോക്കസ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ആണ്. സോ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ വലിയ രീതിയിലായിരിക്കും ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുക. വലിയ രീതിയിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ടായിരിക്കും ഇവർ പ്രധാനമായിട്ടും ബിസിനസ് നടത്താം. നമ്മൾ 6 രീതിയിലാണ് കാണുന്നത്: ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോഴ്സ് ഓർ ചെയിൻ സ്റ്റോഴ്സ്, പിന്നെ മെയിൽ ഓർഡർ ഹൗസസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, വെൻഡിങ് മെഷീൻസ്. ഈ രീതിയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. സോ അതിലാദ്യത്തേതാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സോ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ സ്റ്റോഴ്സ് അണ്ടർ വൺ റൂഫ് ആൻഡ് യൂണിഫൈഡ് കൺട്രോൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് സ്റ്റോറുകൾ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റോറുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു കസ്റ്റമർ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന ബിഗ് ബസാറുകൾ, അതേപോലെ തന്നെ റിലയൻസിന്റെ സ്മാർട്ട്, അതേപോലെ തന്നെ നമ്മുടെ നെസ്റ്റോ, പിന്നെ ലുലുവിന്റെ ഹൈപ്പർ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾക്ക് കയറി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പർച്ചേസുകൾ നടത്താൻ പറ്റുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അണ്ടറിൽ തന്നെ ആളുകൾ മെയിനായിട്ടും ബുക്സ്, ഫർണിച്ചേഴ്സ്, ക്ലോത്ത്സ്, മെഡിസിൻസ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ വസ്തുക്കളും ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും.
ക്ലിയർ? അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഷോറൂംസുകളാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. നമ്മൾ പറയുകയാണെങ്കിൽ എയർപ്ലെയിൻ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടാവുന്ന ഒരു ഷോപ്പാണ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ. അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, അത്രയും കാര്യങ്ങൾ അതിനുള്ളിലുണ്ടാവും. സോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ എപ്പിൻ ടു എലഫന്റ് എന്നാണ്. ഒരു മുട്ടുസൂചി മുതൽ ആന വരെ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ അതിനെ പറയപ്പെടാറ്. സോ ഇത് മെയിൻലി ദിസ് സ്റ്റോഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ദി കൺസ്യൂമേഴ്സ് ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ ടൈം വൈൽ മേക്കിംഗ് ദ ഷോപ്പിംഗ്. ആളുകൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യാനാണ്, ഇങ്ങനെ ഷോപ്പ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതൽ ഇവിടത്തേക്ക് വരും. സോ ഓരോ വസ്തുക്കൾ കണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഡിഫറൻസുകൾ മനസ്സിലാക്കി, ഓരോന്നിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി, അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ആളുകൾ കൂടുതലും ഈ വസ്തുക്കൾ വാങ്ങിക്കുന്നതൊക്കെ. സോ ദേ ആർ ജനറലി ഓർഗനൈസ്ഡ് ആസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഇങ്ങനെ കാണുന്ന ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ മെയിനായിട്ട് നമ്മൾ കാണുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസുകളായിട്ടാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ സ്റ്റോഴ്സ്. മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ ഷോപ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും, അതും ഡിഫറെൻറ്റ് പ്ലേസസിൽ, പല സ്ഥലങ്ങളിലായിട്ട് പല ബ്രാഞ്ചസ് ഉണ്ടാവും. പക്ഷെ ഇവരുടെയൊക്കെ പ്രത്യേകത അണ്ടർ വൺ ഓണർഷിപ്പ് ആയിരിക്കും, എല്ലാവർക്കും ഒരൊറ്റ ഓണർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവിടുത്തെ മാനേജ്മെന്റും എല്ലാ കാര്യങ്ങളും എല്ലാം ഒരേപോലെ ആയിരിക്കും. എത്ര സ്ഥലങ്ങളുണ്ടോ, ഫോർ എക്സാമ്പിൾ ഇന്ത്യ മൊത്തം ഈ സ്റ്റോർ ഉണ്ടെങ്കിൽ അത് മൊത്തം മാനേജ് ചെയ്യുന്നത് ഒരു മാനേജ്മെന്റ് ആയിരിക്കും. അവരുടെ എല്ലാ രീതിയിലായിരിക്കും പല അവരുടെ പ്രോഡക്റ്റുകൾ ഈ പറഞ്ഞ ഔട്ട്ലെറ്റ്സുകളിൽ വിൽക്കുന്നത്. സോ ഇത് ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഐഡന്റിക്കൽ ഇൻ അപ്പിയറൻസസ്. ഈ ഷോപ്പ് കാണാൻ തന്നെ ഏകദേശം ഒരേപോലെ ഉണ്ടാവും. സൈൻ ബോർഡുകൾ, ഇന്റീരിയർ ഡെക്കറേഷൻസ്, എല്ലാ കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാറ്റ കമ്പനി നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ബാറ്റ ഒരേപോലെയാണ് ഉണ്ടാവുക. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ അധിക സ്ഥലത്ത് ഇപ്പോൾ സുഡിയോ, ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് സുഡിയോ പോലുള്ള. സോ സുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സംഭവത്തിലാണ് സുഡിയോ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് അതിന്റെ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അങ്ങനത്തെ എന്താണ് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഷോപ്സിന്റെ അല്ലെങ്കിൽ ചെയിൻ ഷോപ്സിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോ ഈ ഒരു ബ്രാഞ്ചസിനെ, അതായത് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഈ ബ്രാഞ്ചസിനെ നമ്മൾ യൂറോപ്പിൽ വിളിക്കുന്ന പേര് മൾട്ടിപ്പിൾ ഷോപ്സ് എന്നും, അതേപോലെ തന്നെ ചൈനയിൽ US ഇതിനെ ചെയിൻ ഷോപ്സ് എന്നാണ് വിളിക്കാറ്. So the goods required by the branches are supplied by the head office. ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യമായ ഗുഡ്സുകൾ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താകും, ഹെഡ് ഓഫീസിൽ നിന്ന് എത്തിച്ചു കൊടുക്കും. എവിടെയാണോ തീരുന്നത് അങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. ക്ലിയർ? ഇത് പ്രധാനമായിട്ടും നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാറ്റ, ഇന്നത്തെ നമ്മൾ കാണുന്ന സുഡിയോ, യൂസ്യ, അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഉണ്ടല്ലോ. സോ അതൊക്കെ ഇതിന്റെ പ്രധാനമായിട്ടും മൾട്ടിപ്പിൾ ഷോപ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മെയിൽ ഓർഡർ ഹൗസസ്. മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. സോ നമ്മളതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാണ്. സോ ആദ്യ കാലങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ എന്താക്കും, നമ്മൾ പൊതുവേ നമ്മൾ ബ്രോഷേഴ്സും കാര്യങ്ങൾ കണ്ടിട്ട് ലൈക്കായിട്ട് ഇവർക്ക് എന്താക്കും, മെയിലോ അല്ലെങ്കിൽ നമ്മൾ ത്രൂ ലെറ്റേഴ്സിലൂടെ നമ്മൾ കാര്യങ്ങൾ പറയും. സോ അതിനുള്ള മണി ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവും. സോ അത് കണ്ടിട്ട് എന്താക്കും, അവർ നമുക്ക് ഓർഡർ എത്തിച്ചേരും. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന കാര്യം അത് ആദ്യം ഇങ്ങനെ ലെറ്റേഴ്സിലൂടെ ചെയ്തിട്ടുള്ള ഒരു രീതിയായിരുന്നു മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇതൊരു റീറ്റെയിൽ ബിസിനസ് തന്നെയാണ്. ത്രൂ മെർച്ചൻഡൈസ് ത്രൂ മെയിൽ. ആദ്യ കാലങ്ങളിൽ മെയിൽ ത്രൂ ആണ് കാര്യങ്ങൾ അയക്കുക. മെയിൽ എന്നുള്ളത് പോസ്റ്റ് ആവാം ആൻഡ് ഓൾസോ ഇലക്ട്രോണിക് മെയിൽ ആവാം കേട്ടോ. സോ അങ്ങനെ കൊടുക്കുന്ന രീതിയാണ്. അതുവഴി നമ്മൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്താക്കും, ഇഷ്ടപ്പെട്ടിട്ട് അവരെന്താക്കും ആ സാധനങ്ങളും കാര്യങ്ങളും കൊണ്ട് അയച്ചുതരും. സോ അങ്ങനെയുള്ള രീതിയായിരുന്നു പ്രധാനമായിട്ടും. ഇതിൽ ഇവർ അഡ്വർടൈസ്മെന്റ്സുകൾ കൊടുത്തിട്ടുള്ളതാണ് ന്യൂസ് പേപ്പേഴ്സിലൂടെ, മാഗസീൻസിലൂടെ, TV-യിലൂടെ, കാറ്റലോഗുകളുടെ, പ്രൈസ് ലിസ്റ്റിലൂടെ അങ്ങനെ അവർ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഇത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളും അവർക്ക് മെയിൽ ചെയ്താൽ അവരെന്താക്കും, ആ പ്രോഡക്റ്റ് നമുക്ക് അയച്ചുതരും. അങ്ങനെയാണ് ചെയ്യാറ്. സോ അതിന്റെ പേയ്മെന്റ് നമ്മൾ ആദ്യം കൊടുക്കണം കേട്ടോ. ഓക്കെ, ആദ്യം പേയ്മെന്റും കാര്യങ്ങളും കൊടുത്താലേ നമുക്കിത് കിട്ടുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു രീതിയാണ് മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതൊന്നുമില്ല, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ അണ്ടറിൽ തുടങ്ങിയിട്ടുള്ള സ്റ്റോഴ്സ് ആണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇത് ആളുകൾക്ക് കുറച്ചും കൂടിയും അഫോർഡബിൾ റേറ്റിന് ക്വാളിറ്റി പ്രോഡക്ട്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഓൺ ചെയ്തിട്ടുള്ളതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അവിടുത്തെ കൺസ്യൂമേഴ്സ് തന്നെയാണ്. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ ആ കൺസ്യൂമേഴ്സ് തന്നെയാണ് മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത് മിഡിൽമാൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ, അതായത് ഒരു വലിയൊരു എമൗണ്ട് ഇതിൽ നിന്നും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിഡിൽമാൻസിനെ എലിമിനേറ്റ് ചെയ്താൽ വലിയൊരു എമൗണ്ട് സേവ് ചെയ്യല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കേട്ടോ. സോ ഈ ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി എല്ലാവിധ വസ്തുക്കളും, ഗ്രോസറീസ്, സ്റ്റേഷനറി, യൂട്ടൻസിൽസ്, ഡ്രസ് മെറ്റീരിയൽസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവർ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഇവർ പർച്ചേസ് ചെയ്ത് വെക്കും. എന്നിട്ട് കസ്റ്റമേഴ്സിന് ചെറിയ രീതിയിൽ അവർ സെല് ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യാറ്, മെയിനായിട്ട് ചെയ്യാറ് കേട്ടോ. സോ ഇത് ആളുകളുടെ
ആ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും പിന്നെ എന്താ ജനറൽ വെൽഫെയറിന് വേണ്ടിയിട്ടും സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റിനും അവിടുത്തെ അതിലെ മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ മെമ്പേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇത് ആളുകൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈ സൂപ്പർ ബസാർ ഓർ സൂപ്പർ മാർക്കറ്റ്സ്. ഇന്നത് ഹൈപ്പർ മാർക്കറ്റ്സുകളായി മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ മാർക്കറ്റ്സുകളാണ്, ഇന്നത് ഹൈപ്പർ മാർക്കറ്റ്സുകളായിട്ട് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന വസ്തുക്കളൊക്കെ തന്നെയാണ്. സോ ഇവിടെ ഹാവ് വൈഡ് വെറൈറ്റീസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സുകൾ ഒരുപാട് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ വസ്തുവിൻ്റെ വിവിധ ബ്രാൻഡുകളിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ കൺസ്യൂമേഴ്സിന് അത് നോക്കിയിട്ട് ഏത് ബ്രാൻഡാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ന്യൂഡിൽസ് കഴിക്കാൻ വിചാരിച്ചു, നമുക്ക് മാഗി ഉണ്ട്, യിപ്പി ഉണ്ട്, ടോപ്പ് റാമിയൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ചോയ്സുകൾ ഉണ്ടാവും അല്ലേ. സോ നമുക്ക് വേണ്ടിയത് ഏതാ വെച്ചാൽ നമുക്ക് അവിടെ പോയി എടുക്കാം. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടക്കുന്നതാണ് പ്രധാനമായിട്ടും ഈ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് ഗ്രോസറീസ്, ക്ലോത്ത്സ്, ഹൗസ് ഹോൾഡ് ഗുഡ്സ്, മെഡിസിൻസ് എക്സെട്ര എല്ലാ വസ്തുക്കളും ഇതിനുള്ളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഗുഡ്സ് ആർ കെപ്റ്റ് ഓൺ റാക്ക് വിത്ത് ക്ലിയർ ലേബിൾഡ് പ്രൈസ് ആൻഡ് ക്വാളിറ്റി ടാഗ്സ് ഇൻ സൂപ്പർ മാർക്കറ്റ്സ്. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത, നമുക്ക് എന്ത് പ്രൊഡക്റ്റാണോ വേണ്ടത് അത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ലാബിൽ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് പോയി എടുത്തുകൊണ്ടുവരാം, ബില്ലടിക്കാൻ പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സെൽഫ് സർവീസ് സ്റ്റോഴ്സ് എന്നുള്ളൊരു മോട്ടോ ആയിട്ടാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത്. സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ആരെ കാണാൻ പറ്റില്ല, നമുക്ക് സെയിൽസ്മാൻസിനെ കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അവരെന്തെങ്കിലും ഹെൽപ്പിന് വേണമെങ്കിൽ എടുത്ത് തരാമെന്നല്ലാതെ നമ്മൾ പോയി സാധനങ്ങൾ എടുത്ത് നമ്മൾ പോയി ബില്ല് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് സൂപ്പർ മാർക്കറ്റ്സോ ഹൈപ്പർ മാർക്കറ്റ്സിലേക്ക് വരുന്നത്. ഇന്ന് ഹൈപ്പർ മാർക്കറ്റ്സ് വന്നിട്ടുള്ളത് പുതിയതായിട്ട്, ഇത് കുറച്ച് ഓൾഡർ വേർഷൻ ആണ്, അതുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റ്സിനെ പറ്റി പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വെൻഡിങ് മെഷീൻ. വെൻഡിങ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കൂടുതലും പരിചിതമാക്കപ്പെട്ട വസ്തുവാണ് വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ഓക്കെ, നമ്മുടെ പ്രേമലോ ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ അവർ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നതും എന്നിട്ട് പെപ്സി പുറത്തേക്ക് വരാനൊക്കെ കണ്ടിട്ടില്ലേ. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വെൻഡിങ് മെഷീൻ. ഓക്കെ, സോ ഇതൊരു മാർക്കറ്റിംഗ് മെത്തേഡാണ് നമ്മൾ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ബെവറേജസ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ്, നമ്മളിപ്പോൾ ഇന്ന് റെയിൽവേയിൽ പോയാൽ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സുകൾ, മെട്രോയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ വെൻഡിങ് മെഷീൻ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. സോ പ്ലാറ്റ്ഫോം ടിക്കറ്റ്സുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ന്യൂസ് പേപ്പേഴ്സുകളൊക്കെ, അങ്ങനെ ചെറിയ രീതിയിലുള്ള വസ്തുക്കളൊക്കെ കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസിൽ, ഓക്കെ, കോയിൻ ഓപ്പറേറ്റഡും ഉണ്ട്, അതേപോലെ തന്നെ നോട്ട്സിലും ഉണ്ട് കേട്ടോ. ചെറിയ എമൗണ്ടിൻ്റെ വസ്തുക്കൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലനിർത്താൻ പറ്റും, ആ പ്രോഡക്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. സോ ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഈസ് സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് മെഷീൻ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ നമുക്ക് ആരെ വേണ്ട, സെയിൽസ്മാൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അതന്നെ താനെ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് വാങ്ങും, ഓട്ടോമാറ്റിക്കലി അതന്നെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. സോ അതിലത്തെ വസ്തുക്കൾ തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആളുകൾ വന്നിട്ട് അത് റീഫിൽ ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടെക്നിക് ഓഫ് സെല്ലിംഗ് ലോ പ്രൈസ്ഡ് ഓഫ് ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആൻഡ് യൂണിഫോം സൈസ്. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോ പ്രൈസ്ഡ് ഗുഡ്സുകളും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, യൂണിഫോം സൈസ്, ഒരേ സൈസിൽ വരുന്ന അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ വിൽക്കാനായിട്ടാണ് പ്രധാനമായിട്ടും വെൻഡിങ് മെഷീൻസുകൾ നമ്മൾ വിൽക്കാറുള്ളത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റീറ്റെയിലേഴ്സ്. നമ്മളിപ്പം സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിന്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.